ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് വില്യം ബ്ലേക്സ് എഴുതിയ എ പോയ്സൺ ട്രീ എന്ന പോം ഡിസ്കസ് ചെയ്യാം. വില്യം ബ്ലേക്സിൻ്റെ എ പോയ്സൺ ട്രീ എന്ന പോം 1794 അദ്ദേഹത്തിൻ്റെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. ഇനി കോപം അടിച്ചമർത്തുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഒരു കവിതയാണ് എ പോയ്സൺ ട്രീ. അപ്പം ഇതിൽ രണ്ട് സിമ്പിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രീ, രണ്ടാമത്തത് ആപ്പിൾ. ട്രീ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് പോയറ്റിൻ്റെ ഹൃദയത്തിൽ വളർന്ന കോപത്തെയും, അതുപോലെ ആപ്പിൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നത് ആ കോപത്തിൻ്റെ ഫലത്തെയുമാണ്. അപ്പം നമുക്കിനി നമ്മുടെ പോമത്തിലോട്ട് കടക്കാം. ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫ്രണ്ട്. അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തിനോട് ദേഷ്യം തോന്നി. ഐ ടോൾഡ് മൈ വ്രാത്ത് ഡിഡ് എൻഡ്. വ്രാത്ത് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള ആങ്കർ, അത് തീവ്രമായ ദേഷ്യം. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ ദേഷ്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ ദേഷ്യം അവിടെ അവസാനിച്ചു. അപ്പോൾ ഒരു സുഹൃത്തിനോട് കോപം പ്രകടിപ്പിക്കുന്നത് കൊണ്ടുള്ള റിസൾട്ട് എന്താണ്? അവിടെ ആ കോപം അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോപത്തെക്കുറിച്ചുള്ള തുറന്ന ആശയവിനിമയം കോപം ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് കവി പറയുന്നത്. ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി. അപ്പം എനിക്ക് എൻ്റെ ശത്രുവിനോട് ദേഷ്യം തോന്നി. ഐ ടോൾഡ് ഇറ്റ് നോട്ട്. അപ്പം ഞാനത് പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. മൈ വ്രാത്ത് ഡിഡ് ഗ്രോ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവിടെ എൻ്റെ കോപം വളർന്നു. അപ്പം ഞാൻ ആദ്യത്തെ രണ്ട് ലൈനിൽ എന്താണ്? ഞാൻ എൻ്റെ കോപം തുറന്നു പറഞ്ഞതുകൊണ്ട് അവിടെ ആ കോപം അവസാനിച്ചു. അതായത് നെക്സ്റ്റിൽ എൻ്റെ എനിമിയോട് കോപം ഉണ്ടായിരുന്നു, ഞാനത് തുറന്നു പറഞ്ഞില്ല. തുറന്നു പറയാതിരുന്നുകൊണ്ട് എന്താ സംഭവിച്ചത്? എൻ്റെ കോപം വളർന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ഐ വാട്ടേർഡ് ഇറ്റ് ഇൻ ഫിയേഴ്സ്. അപ്പോൾ വാട്ടേർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നനയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നനയ്ക്കുക എന്ന പ്രവൃത്തി ഒരു മെറ്റഫറാണ്, ഇവിടെ മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒരു ചെടിയെ നനയ്ക്കുന്നത് പോലെ പോയിട്ട് എന്താ ചെയ്തത്? തൻ്റെ നെഗറ്റീവ് വികാരങ്ങളെ മനഃപൂർവ്വം പരിപാലിക്കുന്നുവെന്ന്, അതല്ലെങ്കിൽ നർച്ചറിങ് ചെയ്യുന്നുവെന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആൻഡ് ഐ വാട്ടേർഡ് ഇറ്റ് ഇൻ ഫിയേഴ്സ്. ഈ ഫിയേഴ്സിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻസൈറ്റീസും വറീസുമാണ്. അതായത് കോപത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഉത്കണ്ഠകളും ആശങ്കകളെയും പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ ഫിയേഴ്സ് എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലൈനിലോട്ട്, നൈറ്റ് ആൻഡ് മോർണിംഗ് വിത്ത് മൈ ടിയേഴ്സ്. അപ്പം രാവിലെയും രാത്രിയെല്ലാം ഈ കോപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ, ദേഷ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് അത് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുക. കാരണം ഞാനത് തുറന്ന് പറയുന്നില്ല. ഇന്നബിലിറ്റി ടു എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആങ്കർ എന്നുള്ള ഫീലിംഗ് എന്താകും? ഇല്ലാതാകും. ഇവിടെ ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇന്നബിലിറ്റി കാരണം ഞാനത് രാവിലെയും രാത്രിയെല്ലാം എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ആൻഡ് മോർണിംഗ് വിത്ത് മൈ ടിയേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്ന പോയറ്റിൻ്റെ ഇൻറ്റേർണൽ പെയിനും ആങ്കർ ദേഷ്യം തുറന്ന് കാണിക്കാനൊക്കാത്തത് കൊണ്ട് ഉള്ള ഇൻറ്റേർണൽ പെയിനും ആ സാഡുമാണ്. ഓക്കെ. ആൻഡ് ഐ സൺഡ് ഇറ്റ് വിത്ത് സ്മൈൽസ്. അപ്പം എന്താ ചെയ്തത്? പുഞ്ചിരിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥ കോപം മറച്ചു വെച്ചു. അപ്പം ഇവിടെ ഒരു സൺഡ് എന്നതൊരു മെറ്റഫറാണ്. അതായത് കോപം മറയ്ക്കുന്നതിനെ സൂര്യപ്രകാശം ഒരു ചെടിയെ പോഷിപ്പിക്കുന്ന രീതിയുമായി താരതമ്യം ചെയ്യുകയാണ്. ആൻഡ് ഐ സൺഡ് വിത്ത് സ്മൈൽസ് ആൻഡ് വിത്ത് സോഫ്റ്റ് ഡിസീറ്റ്ഫുൾ വൈൽസ്. ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഹോണസ്റ്റ്, വൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിങ് ട്രിക്സ്. ഓക്കെ. നമുക്കൊരാളുടെ ദേഷ്യമുണ്ട്, നമ്മളത് മറച്ച് വെച്ച് അയാളോട് കുറച്ച് സ്നേഹമായിട്ടൊക്കെ കാണിക്കുകയോ അപ്പം നമ്മൾ അവിടെ ഒരു മുഖം മൂടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അയാളുടെ യഥാർത്ഥമായ സ്നേഹം ഇല്ല. അപ്പം നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മൾ മറച്ച് വെച്ചൊരു മുഖം മൂടി ധരിച്ചാണ് നമ്മൾ അയാളോട് സംസാരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വിത്ത് സോഫ്റ്റ് ഡിസീറ്റ്ഫുൾ വൈൽസ്. ആൻഡ് ഇറ്റ് ഗ്രൂ ബോത്ത് ഡേ ആൻഡ് നൈറ്റ് ടിൽ ഇറ്റ് ബോർ ആൻഡ് ആപ്പിൾ ബ്രെഡ്. ആൻഡ് ഇറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ദേഷ്യം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. രാവിലെയും രാത്രി ഇങ്ങനെ നനച്ചു, അതുപോലെ വെയിലേറ്റു, അതാണ് വാട്ടേർഡ് ചെയ്തു, സൺ ചെയ്തു, അതെല്ലാം കൊണ്ട് എന്താ നടന്നത്? എൻ്റെ കോപം വളർന്നുകൊണ്ടേയിരുന്നു. ടിൽ ഇറ്റ് ബോർ ആൻഡ് ആപ്പിൾ ബ്രൈറ്റ്. അപ്പം അടിച്ചമർത്തപ്പെട്ട ആങ്കർ ഒരു ട്രീ പോലെ വളർന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. അതിപ്പോൾ എന്താ തന്നത്? ഒരു ആപ്പിൾ തന്നു. അതായത് പോയറ്റിൻ്റെ ആങ്കറിൻ്റെ അനന്തരഫലമാണ് ആ ആപ്പിൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആപ്പിൾ ഫ്രൂട്ട് എന്തായി? ലാർജായി, കുറച്ച് പഴുത്തു, കഴിക്കുന്ന രൂപത്തിലായി എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇനി അടുത്ത ലൈൻ കണ്ടോ?
ആൻഡ് മൈ ഫോ ബിഹെൽഡ് ഇറ്റ് ഷൈൻ. അപ്പം ഫോ എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ എനിമിയാണ്. അപ്പം എൻ്റെ എനിമി എന്താ ചെയ്തത്? അത് ഒബ്സേർവ് ചെയ്തു, ഇല്ലെങ്കിൽ അത് കണ്ടു, അത് നല്ല ഷൈൻ ചെയ്യുന്ന ഒരു ആപ്പിൾ ഫ്രൂട്ടിനെ കണ്ടു. ആൻഡ് ഹീ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് മൈൻ. അതുപോലെ ഫ്രണ്ടിന് അറിയാം അത് ആരുടെ ഫ്രൂട്ടാണ്, അത് കവിയുടെ ഫ്രൂട്ടാണ്, അത് പോയിറ്റിൻ്റെ ഫ്രൂട്ടാണെന്നുള്ളതും അറിയാം. ആൻഡ് ഇൻ ടു മൈ ഗാർഡൻ സ്റ്റോൾ വെൻ ദ നൈറ്റ് ഹാഡ് വീൽഡ് ദ പോൾ. വീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കവേർഡ്, അത് ഇരുട്ട് ധ്രുവ നക്ഷത്രത്തെ മൂടിയപ്പോൾ ആ വിഷവൃക്ഷമാണ്. ആക്ച്വലി നമ്മുടെ പോയിറ്റിൻ്റെ ട്രീ എന്ന് പറയുന്ന ഒരു പോയിസൺ ട്രീ ആണ്. കാരണം ആങ്കർ കൊണ്ട് വളർന്നു വന്നൊരു ട്രീയാണ്. അപ്പം ഇരുട്ട് ധ്രുവ നക്ഷത്രത്തെ മൂടിയപ്പോൾ വിഷവൃക്ഷത്തിൽ നിന്ന് ആപ്പിൾ മോഷ്ടിക്കാനായിട്ട് ആര് വന്ന് പോയിറ്റിൻ്റെ ഗാർഡനിലേക്ക് ഈ എനിമി നുഴഞ്ഞു കയറി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ടു മൈ ഗാർഡൻ സ്റ്റോൾ വെൻ ദ നൈറ്റ് ഹാഡ് വീൽഡ് ദ പോൾ. ഇൻ ദ മോർണിംഗ് ഗ്ലാഡ് ഐ സി. രാവിലെ ആയപ്പം എനിക്ക് സന്തോഷമായി, എന്ന് വെച്ചാൽ ഹാപ്പിയായി. മൈ ഫോ ഔട്ട് സ്ട്രെച്ച്ഡ് ബിനീത്ത് ദ ട്രീ. അപ്പോൾ എന്താ സംഭവിച്ചത്? പോയിറ്റിൻ്റെ ശത്രു മരത്തിനടിയിൽ മരിച്ചു കിടക്കുന്നു എന്ന് ലിറ്ററലി പറയുകയാണ്. അതായത് ആങ്കർ സപ്രസ് ചെയ്ത് വെച്ച് അവസാനം അത് ലിറ്ററലി എന്താ സംഭവിച്ചത്? ആ എനിമിയെ കില്ലായ ആ ഒരു അവസ്ഥയിൽ, എനിമി മരിക്കുന്ന ഒരവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചു. അപ്പം ഇവിടെ എന്താ സിംബിളൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ദ സപ്രസ്ഡ് ആങ്കർ. അപ്പം നമ്മൾ നമ്മുടെ കോപത്തിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ആ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കോപം നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചാൽ അത് കൂടുതൽ കോപത്തിലേക്കോ അല്ലെങ്കിൽ അക്രമത്തിലേക്കോ നയിക്കുമെന്നാണ് പോയിറ്റ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. I hope you are clear with this explanation. Thank you.